നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗ് ആണ് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്മസ് ഷോപ്പിംഗ്, കടയിലേക്കുള്ള ഷോപ്പിംഗ്, ഫൈസൂനുള്ള ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് മേടിക്കാൻ വന്നിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനകത്ത് എന്തെങ്കിലും കാണും, തുറന്നു നോക്കെ. കാർഡുകളാണ്. ഇല്ല, കാർഡില്ലേ നമ്മള് കടയിൽ തൂക്കിയിടുന്നേ, അങ്ങനത്തെ കാർഡുകള്. 10 രൂപേന്റെ കാർഡുകളില്ലേ കടയിൽ? യൂണിക്കോണോ? അത് വേണ്ട. നമ്മൾ ഫൈസൂന് വേണ്ടിയിട്ട് കുറച്ച് കാറ് മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2-3 നമുക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ ഇങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാമായിരുന്നു കേട്ടോ. ഫൈസൂന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിലേക്ക് നമുക്ക് ടോയ്സ് ഇറക്കണമായിരുന്നു. ടോയ്സൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കുക. പിന്നെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം ബൾക്കായിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. ഫൈസൂന് വേണ്ടിയിട്ടുള്ള ടോയ്സൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കി. എന്ത് ഭംഗിയാണല്ലേ ശരിക്കും. ക്രിസ്മസ് സീസൺ, അതായത് നമ്മൾ ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഷോപ്പുകളുടെയൊക്കെ മുന്നിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫുൾ ലൈറ്റ്, സ്റ്റാർ, ട്രീസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾ. ഈ സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർ പുത്തൻപള്ളി ഉണ്ടല്ലോ, പുത്തൻപള്ളിക്ക് അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. കേരള ഫാൻസി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കടകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു സാധനം തന്നെ ഇല്ലടാ. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് A to Z സാധനങ്ങൾ നമ്മളുടെ ഷോപ്പിലേക്ക് ഹോൾസെയിലായിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ കിട്ടും. എനിക്ക് ഈ ഒരു ലൈറ്റ്സൊക്കെ കണ്ടിട്ടേ ഞാൻ എന്താ വിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ 3 വർഷമായിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്രിസ്മസ് സീസണിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതുവരെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ളി ഹോൾസെയിൽ സെൻ്റർ ആയതുകൊണ്ട് എല്ലാ കടകളിലും പുറത്തായിരിക്കും ഇങ്ങനെയിട്ട് ഫുള്ള് ലൈറ്റുകളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഫുള്ള് ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്താ ആദ്യമായിട്ടാണോ കാണുന്നതെന്ന്. നമ്മൾ പക്ഷേ ഇങ്ങനത്തേക്കുള്ളത് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഐറ്റംസ്, ടോയ്സിൻ്റെ ഐറ്റംസൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂരുള്ള കല്യാണിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് അങ്ങനത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈസൂന് ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. നമുക്കൊരു കല്യാണം ഉടനെ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൈസൂര് ഡ്രസ്സ് നോക്കാൻ വേണ്ടിക്കറി. പക്ഷെ അവിടെ ഒന്നും ഫൈസൂരെ സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചത് നമുക്ക് വേറെ ഷോപ്പിൽ നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് ഇതുവരെ എടുത്തിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ആണ് ഫൈസു അവിടെ കാണുന്ന കുട്ടികളുടെയൊക്കെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അവരെ തൊട്ട് നോക്കിയൊക്കെ ചെയ്യും കേട്ടോ. ആ കുട്ടി മൈൻഡ് ചെയ്യാണ്ട് പോയി. അങ്ങനെ നമ്മൾ പർച്ചേസിങ് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഫൈസൂന് മേടിച്ച സൈക്കിളാണിത്. അപ്പോൾ ഫൈസൂന് മേടിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ടത്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻസിൽ പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.